ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ 2 ചാനലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സരിക FM, ആസ്വദിക്കാം ഇനി ഓരോ നിമിഷവും. താങ്ക് യു. കുഞ്ഞുനാൾ മുതൽ സിനിമയിലും സ്വപ്നത്തിനും കണ്ടിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യ രാത്രിയാണത്. വൃളാവിവശയായി അവൾ വന്ന് കട്ടിലിൽ ഇരുന്നതേയുള്ളൂ. കലാകാരനാണ് ഞാൻ, കലാപരമായി തന്നെ കാര്യങ്ങൾ തുടങ്ങണം. ചെറിയൊരു വിറയൽ, വൈക്ലഭ്യം, ചമ്മൽ തുടങ്ങി നവരസങ്ങളും ഒളിപ്പിച്ച മുഖത്തോടെ ഞാൻ അവളുടെ പെരുവിരലിൽ സ്പർശിച്ചു. ഗ്രഹിണി പിടിച്ച കുട്ടിയുടെ ആർത്തി എനിക്കുണ്ടോ എന്ന സംശയത്തിൽ നിലത്തേക്ക് താഴ്ത്തിയിരുന്ന തലയുയർത്തി അവൾ എന്നെ ഒന്ന് ഒളികണ്ണിട്ട് നോക്കി. ഞാൻ രണ്ടും കൽപ്പിച്ച് അവളുടെ വലതുകരം ഇറുക്കി നെഞ്ചോട് ചേർത്ത് വെച്ചു. വെളിച്ചം എന്തോ പറയാൻ മടിച്ചിട്ടെന്ന വേണം മുറിയിലാകെ വിമ്മിഷ്ടപ്പെട്ട് നിൽക്കുന്നു. ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് വെളിച്ചം തടസ്സമാണ്. മുകളിൽ കറങ്ങുന്ന ഫാനിന്റെ ശബ്ദത്തിലും മേലെ ധക് 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 എന്നുള്ള അവളുടെ ശ്വാസമെടുപ്പ് എനിക്ക് കേൾക്കാമായിരുന്നു. കുട്ടി പൗലഗോയ വായിച്ചിട്ടുണ്ടോ? ആദ്യ രാത്രിയിലേക്കായി ഞാൻ റിഹേഴ്സൽ ചെയ്തു വെച്ചിരുന്ന ചോദ്യം അവളിൽ അമ്പരപ്പും ആശങ്കയും ഉണ്ടാക്കി. ഇരുട്ടിൽ അവളുടെ മറുപടിക്കായി ഞാൻ മലമുകളിൽ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ കാത്തിരുന്നു. കട്ട പിടിച്ച ഇരുട്ടും അതിനേക്കാൾ കട്ട പിടിച്ച നിശബ്ദതയും. എന്റെ കൈത്തണ്ടയിൽ അമർത്തി പിടിച്ചിരുന്ന അവളുടെ പെരുവിരൽ നഖം കൊണ്ടെന്നെ മൃദുവായ നുള്ളി. ചിരി വേദനിച്ചു, എന്നാലും ഒരു സുഖമുള്ള വേദനയായിരുന്നു അത്. അല്ല, എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ആദ്യ രാത്രിയിൽ ഇങ്ങനെയൊന്നും ചോദിച്ചുകൂടാ. ഞാൻ അവളെ വലിച്ച് എന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. 2 ഹൃദയങ്ങളുടെ താളവും ഉന്നതിയിലായിരിക്കുന്നു. എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങും മുമ്പ് അതാ വീടിന്റെ കോളിംഗ് ബെൽ ശബ്ദം മെഡിക്കൽ കോളേജിലെ ആംബുലൻസിന്റെ ശബ്ദം പോലെ ഉയർന്നു മുഴങ്ങി. ഒരു ഞെട്ടലോടെ അവൾ എന്റെ നെഞ്ചിൽ നിന്നും പുറകോട്ട് മാറി. ആരോ പുറത്തു വന്നിരിക്കുന്നു. പുറത്ത് അപ്പച്ചന്റെ അടക്കി പിടിച്ച് സംസാരം കേൾക്കാം. അവനിപ്പോ കിടന്നിട്ടുണ്ടാവും, നാളെ രാവിലെ കണ്ടാ പോരെ. അയ്യോ അപ്പച്ചായി, അങ്ങനെ പറയരുത്. ശരിക്കും ഞാൻ മറന്നു പോയിട്ടാ. നീ നോക്കിയേ, അവന് ഇഷ്ടമുള്ള കൂഴച്ചക്കയാ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ചൂളയെങ്കിലും കൊടുത്തിട്ട് ഞാൻ കഴിക്കുന്ന കണ്ടിട്ട് എന്നിട്ട് വേണം എനിക്ക് പോവാൻ. ഞാൻ വാതിലിനോട് ചെവി ചേർത്ത് വെച്ച് ആ ശബ്ദം ആരുടെയാണെന്നറിയാൻ ഒരു ശ്രമം നടത്തി നോക്കി. ഒരു പിടിയും കിട്ടുന്നില്ല. എങ്കിലും എന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ അറിയുന്ന ആരോ ആണ് വന്നിരിക്കുന്നത്. ഇന്ന് എന്റെ ദൈവം തമ്പുരാൻ വന്നാൽ കൂടി ആ വാതിൽ ഞാൻ തുറക്കാൻ പോകുന്നില്ല. ബെഡ്ലാമ്പ് തെളിച്ച് നവവധുവിന്റെ ഭാവങ്ങൾ നിരീക്ഷിക്കുകയാണ്. സ്വപ്നതുല്യമായൊരു ഇൻട്രോയാണ് പുറത്തെ ആ ദുഷ്ടം വന്ന് കോളാക്കിയിരിക്കുന്നത്. ഇവനൊക്കെ പാമ്പ് കടിച്ച് ചാകണേ കർത്താവേ എന്ന് മനസ്സിൽ ധ്യാനിച്ച് കട്ടിലേക്ക് വീണ്ടും ചാടിക്കേറി. വീണ്ടും നിശബ്ദത. വന്നയാൾ പോയിട്ടുണ്ടാവണം. ഇപ്പോൾ എനിക്ക് അവളുടെ മുഖം വ്യക്തമായി കാണാൻ കഴിയുന്നു. നാണം നുണക്കുഴി വിരിച്ച ആ മുഖത്ത് പൂർണ്ണചന്ദ്രന്റെ ശോഭയുണ്ടിപ്പോൾ. ഞാൻ ഭാഗ്യവാനാണ്. അല്ലെങ്കിൽ ഇത്രയും സുന്ദരിയായ ഒരുവളെ ജീവിതം പങ്കിടാൻ കിട്ടുമായിരുന്നില്ല. ഇക്കുറി എൻ്റെ നോട്ടം അവളുടെ ചുണ്ടുകളിലേക്കാണ്. ഫ്രഞ്ച് കിസ് എന്നത് സിനിമയിലേ കണ്ടിട്ടുള്ളൂ. ആദ്യമായാണ് പരീക്ഷിക്കാൻ പോകുന്നത്. ഭയങ്കരൊരു ടെൻഷൻ, വെപ്രാളം, ഒരു വിമ്മിഷ്ടം. പെരുവിരലിൽ നിന്നും തരിപ്പ് മുകളിലോട്ട് ഇരച്ചു കയറുന്നു. ഇടുക്കിയിടാൻ പോലെ തുറന്ന രക്തം എൻ്റെ എല്ലാ ഞരമ്പുകളിലേക്കും പമ്പ് ചെയ്യപ്പെടുന്നു. ഞാൻ പതിയെ എൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിലടുത്തേക്ക് കൊണ്ടുവന്നു. ലക്ഷ്യസ്ഥാനത്ത് 1 മില്ലിമീറ്റർ അകലമെത്തിയപ്പോൾ വീണ്ടും വാതിൽ ശക്തമായൊരു മുട്ട് കേട്ടു. അവൾ വീണ്ടും നെറ്റി പിന്നോക്കം മാറി. മോനെ മോനെ. അപ്പച്ചന്റെ ദയനീയ ശബ്ദം പുറത്ത് കേൾക്കാം. ദേഷ്യം മറച്ചുകൊണ്ട് ഞാൻ വാതിൽ മലർക്കി തുറന്നു. അപ്പച്ചന് പിന്നിൽ 70 mm ചിരിയുമായി സാം ജേക്കബ്. എൻ്റെ 10ാം ക്ലാസ് വരെയുള്ള കളിക്കൂട്ടുകാരനാണവൻ. 10ാം ക്ലാസ്സിന് ശേഷം പട്ടാളത്തിൽ ചേരാൻ പോയവൻ. പട്ടാളത്തിൽ വെച്ച് എന്തോ മാനസികമായ തകരാറ് സംഭവിച്ച് തിരിച്ചു പോരേണ്ടി വന്നവൻ. ഇന്നാണ് എൻ്റെ കല്യാണം എന്നതവൻ മറന്നുപോയിരിക്കുന്നു. എവിടേക്കോ കറങ്ങി വൈകിട്ട് വീട്ടിലെത്തിയപ്പോഴാണ് അവനത് ഓർക്കുന്നത്. ഉടനെ വീട്ടുമുറ്റത്ത് നിന്ന് പ്ലാവിൽ ചക്കയും ഇട്ട് ഇങ്ങും പോന്നിരിക്കുകയാണ്. ശാപം. അപ്പച്ചനും അമ്മച്ചിയും എന്നെ ദയനീയമായി നോക്കുന്നു. അത് കണ്ട് ഞാനും ദയനീയ അവസ്ഥയിൽ നിന്നു. അവൻ കൊണ്ടുവന്ന ചക്ക 4ആയി മുറിച്ച് തിണ്ണയിലിട്ടിരിക്കുന്നു. അതിൽ നിന്നൊരു ചൂളയെടുത്ത് എനിക്ക് നേരെ നീട്ടി. ഞാനത് വാങ്ങിക്കഴിച്ചു.
വീണ്ടും അവൻ ചൂളകൾ ഉതിർത്തോരോന്ന് വീതം എനിക്ക് നേരെ നീട്ടി. മല പോലെ വന്ന എൻ്റെ ദേഷ്യം മഞ്ഞ് പോലെ ഉരുകിയൊലിച്ചിരിക്കുന്നു. ഞാൻ അവൻ്റെ അടുത്തായിട്ടിരുന്നു. അവൻ ബോധത്തിലും അബോധത്തിലും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. സ്കൂളിൽ അവധിക്ക് ബോസിന്റെ കമ്പിയിൽ പ്ലാവിൽ കയറിയ കഥയും പഴുത്ത ചക്കയ്ക്കായി ഇടയ്ക്ക് ഇടിയുണ്ടാക്കിയ കഥയും ഒരുപാട് വിശേഷങ്ങൾ അവൻ പറഞ്ഞു. സമനിലയില്ലാത്തവർ സംസാരിക്കുമ്പോൾ സമചിത്തത പാലിക്കാൻ കേൾവിക്കാരൻ നിർബന്ധിതനാകും. ഇന്നത്തെ എൻ്റെ രാത്രിയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിയാത്തവണ്ണം ദുർബലമായ മനസ്സായിരുന്നു അവൻ്റേത്. അങ്ങനെ അവസാനം അവനെ പറഞ്ഞുവിട്ട് റൂമിലേക്ക് കയറുമ്പോൾ എൻ്റെ ശ്രീമതി ഉറങ്ങിത്തുടങ്ങിയിരുന്നു. അവളെ ശല്യപ്പെടുത്താതെ കട്ടിലിൻ്റെ ഒരറ്റം ചേർന്ന് ഞാനും കിടന്നു. ചിലർക്ക് ആദ്യ രാത്രി ശാന്തി മുഹൂർത്തം എന്നൊരു സംഗതി ഉണ്ടെന്നും എൻ്റെ ശാന്തി മുഹൂർത്തം നാളെയാണെന്നും മനസ്സിനെ പറഞ്ഞു ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ മണിയറയിൽ വിടർത്തിയിട്ട മുല്ലപ്പൂക്കളിലേക്ക് മുഖം പൊത്തി അമർത്തിക്കിടന്നു. അതായിരുന്നു എൻ്റെ ആദ്യ രാത്രി. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ 2 ചാനലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സരിക FM ആസ്വദിക്കാം ഇനി ഓരോ നിമിഷവും. താങ്ക് യു.